അത്ര പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റുമോ? ശരിയുണ്ടോ? ശരിയുണ്ടോ? അല്പം കൂടെ രസം നോക്കിയാൽ അടിമക്കച്ചവടമൊക്കെ നിർത്തിയെന്ന് വിശ്വസിക്കുന്നിടത്ത് ഒരു കോൺട്രാക്ടർ 30 തൊഴിലാളിയെ കൊണ്ടുവന്നാൽ കോൺട്രാക്ടർ പറയുന്ന മുഴുവൻ തെറി കേൾക്കുകയും അവൻ പറയുന്നിടത്തോളം പണികൾ മുഴുവൻ ചെയ്യുകയും കിട്ടുന്നതിൻ്റെ നല്ലൊരു ഭാഗം അവൻ കൊണ്ടുപോകുന്നതിന് സമ്മതിക്കുകയും ചെയ്യുവാൻ മുതലാളിയും തൊഴിലാളിയും ഒരുപോലെ തയ്യാറാകുന്നിടത്തേക്കാണ് ഭാഷാശാസ്ത്രം വളർന്നത്. ശരിയല്ല, ശരിയല്ല. നിങ്ങളുടെ ഭാഷാശാസ്ത്രത്തിൻ്റെ വളർച്ച നോക്കിയാൽ ഇത് കാണാം. ഭാഷാശാസ്ത്രത്തെ ഇങ്ങനെ വളർത്തിയെടുത്തത് കാലാകാലങ്ങളിൽ നിങ്ങളുടെ ബുദ്ധിജീവികൾ ഉണ്ടാക്കിയ സാംസ്കാരിക ച്യുതി വരുത്തുന്ന നിഘണ്ടു കൽപ്പിത അർത്ഥങ്ങളിലൂടെയാണ്. അനേക നിഘണ്ടുക്കൾ നിലവിലുണ്ട്. ഇപ്പം നിങ്ങളുടെ കൊച്ചുകുട്ടികൾ കോളേജിൽ പഠിക്കുമ്പോൾ പദങ്ങൾക്ക് ഒരു കലാലയ നിഘണ്ടുണ്ട്, അലിഖിതമായ. റൈറ്റ്? കേട്ടിട്ടില്ല? അവർ വീട്ടിൽ വന്നിരുന്ന് നിങ്ങളെ കേൾക്ക പറയുന്ന പദത്തിന് അവർ മറ്റൊരാളിനോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ അപകടമില്ലാത്തതോ എന്നാൽ അവർ തമ്മിൽ മനസ്സിലാക്കുമ്പോൾ വളരെ നിഗൂഢമായതോ ആയ അർത്ഥമുള്ള പദങ്ങൾ ഇന്ന് ഒട്ടേറെയുണ്ട്. ശരിയല്ല. അപ്പോൾ കലാലയ നിഘണ്ടുക്കളുണ്ട്, മോട്ടോർ തൊഴിലാളികളുടെ നിഘണ്ടുക്കളുണ്ട്. മനസ്സിലായില്ല? നിങ്ങൾ പോയി ഒന്നാമനെ കണ്ടു, വണ്ടിയുടെ ചാർജ് ചോദിച്ചു, ആനന്ദമഠത്തിലേക്കാണ്, 15 രൂപ ഇവിടെ തന്നാൽ മതി ബസ് സ്റ്റാൻഡിൽ നിന്ന്. 15 രൂപ 1 കിലോമീറ്ററിനോ? നിങ്ങൾ വഴക്കുണ്ടാക്കി. ഇന്നലെ വൈകുന്നേരവും സംഭവിച്ചു. ഇതിനകത്തിരിപ്പുണ്ട് പാർട്ടികൾ. അവർ പറയുന്നത് കേട്ടു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നിങ്ങളാണെന്നോ? അപ്പോൾ ഉടനെ ഒന്നാമനെ വിട്ടിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒന്നാമൻ്റെ കൂടെ കയറിയാൽ 15 കൊടുത്താൽ മതിയായിരുന്നു. അവിടുന്ന് പോയി മൂന്നാമനെ കണ്ടു. അവൻ അവിടെ മുതൽ തുടങ്ങിയ മൂന്നാമൻ വേഗം ചാടിക്കരി അകത്ത് കയറെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ സ്നേഹവും ഭാവവും കണ്ടവൻ കുറയുമെന്ന് വിചാരിച്ചേ. കയറി അവിടെ മുതൽ അവൻ ലോകരെയൊക്കെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ സ്വഭാവം ഏതാണ്ട് മനസ്സിലായി, മറ്റവനെ പോലല്ലെന്ന് മനസ്സിലായി. ഇവനുമായിട്ട് പിണങ്ങിയാൽ ചിലപ്പോൾ കുത്തിന് പിടിക്കുമെന്ന് മനസ്സിലായി. അതവൻ ഭാഷ കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തി. മറ്റവനെ പോലല്ല ഞാൻ, നിങ്ങളെ ഞാൻ ശരിയാക്കിയേ വിടുകയുള്ളൂ എന്ന് ഏതാണ്ടൊരു ഭയം ഇവരിൽ അവൻ ശരിക്ക് ജനിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തി. എത്രയാണെന്ന് 25 രൂപ എടുത്തോളാൻ പറഞ്ഞു. മറ്റവനുള്ള 5ഉം ഇവനുള്ള അഡീഷണലും ഒറിജിനലായിട്ട് ആദ്യത്തവൻ പറഞ്ഞ 15. നിങ്ങളോട് ആദ്യത്തെ എത്രയായിരുന്നു പറഞ്ഞേ? അപ്പം നിങ്ങളല്ല, ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലെ ആളുകൾ നിങ്ങളല്ല. അപ്പം നിങ്ങളും തല തപ്പി. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ആളുകൾ ഓരോ ജോലിയിലും ഈ നിഘണ്ടുണ്ട്. മനസ്സിലായി? ഭാഷ ചാരുവായി ഒരു സാമാജിക തലത്തിൽ രൂപാന്തരപ്പെടുന്നത് അതിൻ്റെ ഭാവം ഉണ്ടാക്കിയാണ്. ഭാഷയുടെ ഭാവം, അതിന് ധനാത്മകവും ഋണാത്മകവുമായ 2 ചോദനകളുണ്ട്. ധനാത്മകമായ ചോദനയിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിന്മുഖങ്ങളായ ദേവതാ സങ്കല്പങ്ങളുണ്ട്. ഋണാത്മകങ്ങളായ ചോദനയിൽ നിന്നുളവാകുന്ന സംഹാരാത്മകങ്ങളായ ദേവതകളുണ്ട്. ഋണാത്മക ധനാത്മക സങ്കല്പ സംയോഗങ്ങളിലുണ്ടാകുന്ന
രണദേവതകളുണ്ട്. ഈ ദേവതാവിജ്ഞാനത്തിലേക്ക് ഭാഷ കൊണ്ടുപോകണം. ഭാഷ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഉദാഹരണവും വേണമെങ്കിലാകാം. ഉദാഹരണം വേണ്ടാന്ന് തോന്നുന്നു, മനസ്സിലായി എന്ന് തോന്നുന്നു. നല്ലപോലെ മനസ്സിലായി. മലയാള അധ്യാപകരെന്ന് കൈവക്കിയാൽ മലയാളം 1, 2 പേരെ പൊക്കിയുള്ളൂ. വേറെ ഉണ്ടല്ലോ ഒരുപാട് മലയാളംകാർ. മിണ്ടാതിരിക്കുക. സ്വാമി അതിൻ്റെ അപകടം പറയാൻ പോകുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പൊക്കരുത്, ഞാൻ നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ. മലയാളത്തിൽ നിങ്ങളെ പര്യായം പഠിപ്പിക്കുമോ? ശരീരം സമം കായം സമം ദേഹം പഠിപ്പിക്കാറുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ പഠിച്ചിരിക്കുന്നത്? കായം, ശരീരം, ദേഹം എന്നൊക്കെ പഠിക്കും. പിള്ളേരിരുന്ന് കാണാതെ പഠിക്കുകയും ചെയ്യും. നേരെ മറിച്ച് പഴയ ഒരു വല്യമ്മയോട് പോയി ചോദിക്കുക, ഈ മലയാളമൊന്നും പഠിക്കാത്ത, ഇതിൻ്റെ വ്യാകരണം പഠിക്കാത്ത, നിഘണ്ടു പഠിക്കാത്ത ഒരു വല്യമ്മയുടെ അടുക്ക ചെന്നിട്ട് അവർ പണ്ട് കാലത്ത് പഠിച്ചത് വെച്ച് അവരുടെ അനുഭവത്തിൽ അപ്പൂപ്പനൊക്കെ പറഞ്ഞത് കായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാകുന്നതാണ് കായം എന്ന് പറയും വല്യമ്മ. മോനെ, കഴിക്കുന്ന ആഹാരം നിൻ്റെ ശരീരത്തിൽ പചിച്ച് ആ ആഹാരം 13 അഗ്നികളിൽ ദഹിച്ച് നിൻ്റെ ശരീരമായി കോശാന്തരങ്ങളായി തീരുന്നതിനെയാണ് കായം എന്ന് പറയുന്നത്. ഒരു വലിയ ശാസ്ത്ര സംസ്കൃതി ഒറ്റ പദത്തിലുണ്ട്. ചീയതേ അനേന ഇതി കായഃ. മനസ്സിലായി? ശീര്യതേ അനേന ഇതി ശരീരഃ. മോനെ, ശരീരം എന്ന് പറഞ്ഞാൽ ഇത് നശിക്കുന്നതാണ്. ഓരോ കോശവും പ്രായമെത്തുമ്പോൾ അതിന് വാർദ്ധക്യം വന്ന കോശം മരിക്കും. നിന്നിൽ നിരന്തര മരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മരണത്തിൻ്റെ സൂചനയാണ് ശരീരശബ്ദം. 2 പ്രക്രിയയും മരണവും ജനനവും നടത്തുന്നതാണ് ദേഹം. പര്യായാണോ? പക്ഷെ നിങ്ങളെങ്ങനെയാണ് പഠിക്കുക? നിഘണ്ടുവിലൂടെ പര്യായമെന്ന്. ഈ പര്യായം എന്ന നിലയിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയോടോ നിങ്ങളുടെ സംസ്കാരത്തോടോ അത് ഉജ്ജീവിപ്പിക്കുന്ന ശാസ്ത്രാഭിമുഖ്യത്തോടോ നിങ്ങൾക്ക് മമതയുണ്ടാവുമോ? മറക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചൊരു അഭിമാനം ഉണ്ടാവുമോ? എൻ്റെ പൂർവികർ ഭാഷാശാസ്ത്രത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റെ പദതല്ലജങ്ങളിൽ വിസ്തൃതമായ ഒരു ലോകം നിഗൂഹനം ചെയ്യുക, ഒരു ഭാവലോകം അഭാവരൂപേണ നിലകൊള്ളുക. സ്തോത്രകൃതികളിലും മറ്റുമുള്ളൊരു പ്രത്യേകത അവയിലെ പദങ്ങളാണ്. പദാർത്ഥവിജ്ഞാനത്തിൻ്റെ വർണ്ണങ്ങളുടെ സമൂഹമാണ് പദം. മനസ്സിലായി? പദങ്ങളുടെ സമൂഹമാണ് വാക്യം. പദങ്ങളെ എങ്ങനെയെല്ലാം ചേർക്കാം? ആദ്യം ഗിരിനന്ദിനിയായ പർവ്വതരാജകുമാരിയായ ദേവി എന്തെല്ലാം വിലാസലാസ്യങ്ങളോടുകൂടിയവളാണ്. ശബ്ദമാധുരിയിൽ തന്നെ ഒരു ലാസ്യ മാതൃകയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ചൊല്ലാൻ അറിയുമെങ്കിൽ വിശ്വവിനോദിനി നന്ദുനുതേ എന്ന് ചൊല്ലിക്കൊണ്ടെന്ന് നിർത്തുമ്പോഴേക്ക് ലാസ്യഭംഗി പദങ്ങളിൽ വരുന്നുണ്ട്. മനസ്സിലായില്ല? ജടാകടാഹ സംഭ്രമ ഭ്രമന്നിലിംബ നിർച്ഛരി വിലോല വീചി വല്ലരി വിരാജമാനമൂർധനി ഥഗ 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 എന്ന് പോകുമ്പോൾ അവിടെ ഒരു താണ്ഡവ നിസ്വനമുണ്ട്.
മനസ്സിലായില്ല? ആ പദങ്ങൾക്ക് ലാസ്യമില്ല. ആ പദങ്ങൾ ഓരോന്നും ചേർന്ന് ശൈവാകാരമായി തീർന്ന് ഒരു മഹാഭൈരവന്റെ താണ്ഡവ നടം കാണാം. സ്തോത്രം ചൊല്ലുമ്പോൾ ഇത് കാണാതെ ചൊല്ലരുത്. വെറുതെ ഇരുന്നുകൊണ്ട് പഴങ്കഞ്ഞി കുടിച്ച പോലെ സ്തോത്രങ്ങളൊന്നും ചൊല്ലരുത്. അത് അവസാനം സ്തോത്രമായിട്ട് മാറും. ഹല്ലേലൂയ. അത് പോരാ. സ്തോത്രക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകണം. അതിന് ആവിലായിലെ തെരേസയെ പോലെ, നിജയിലെ ഗ്രിഗറിയെ പോലെ ഒക്കെ ഉയരണം. ജോവാൻ ഓഫ് ആർക്കിനെ പോലെ ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിൽ. കേട്ടിട്ടുണ്ടോ ഈ പേരുകൾ? ഇല്ല. മറ്റൊരൊന്നും കേട്ടിട്ടില്ല. ആവിലായിലെ തെരേസ ഓഫ് ആവില. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്ത സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു, മാഹി. ഇല്ലേ? മാഹിയിൽ തെരേസയുടെ ഒരു പള്ളി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കേട്ടിട്ടില്ല? അപ്പം അത് ഭാഷ ലിംഗ്വിസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ ഭാവാതീതന്മാർ, ശങ്കരൻ, രാമകൃഷ്ണൻ, ഇവരൊക്കെ ഭാവാതീത തലത്തിലേക്ക് പോകുന്നത് ബുദ്ധി ഉപയോഗിച്ചല്ല, കർക്കശമായ നിഘണ്ടുക്കളിലൂടെയല്ല, ഭാഷയുടെ ലാസ്യങ്ങളിലൂടെയാണ്. അത് പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കുമുണ്ട്. നിങ്ങൾ കെട്ടിയിട്ട പശു എന്തു വന്നാലും ആ ഭൂമി കുലുങ്ങുമെങ്കിൽ, ഒരു മരം മുറിയുമെങ്കിൽ കയറ് പൊട്ടിക്കും. മനസ്സിലായില്ല? മരം വീണിട്ടല്ല കയറ് പൊട്ടിക്കുന്നത്. മനസ്സിലായില്ല? കടൽ കരയ്ക്കോട്ട് കയറുകയാണെങ്കിൽ അതിൻ്റെ തീരത്തുള്ള ജീവജാലങ്ങളൊക്കെ ഓടി രക്ഷപ്പെടും. മനസ്സിലായില്ല? ഭൂമിയെ രക്ഷിക്കാൻ അവർ നോക്കുകയില്ല. ഭൂമിയിൽ ആ മാറ്റം അനിവാര്യമാണെന്ന് അവയ്ക്കറിയാം. നിങ്ങൾ അത്രയും പേരും മരിച്ചു കഴിയുമ്പോൾ പിരിവും നടത്തി സംരക്ഷണത്തിനിറങ്ങും. ശരിയല്ല. ലോകം മുഴുവൻ പോയി തെണ്ടി പിരിവ് നടത്തും. പരിപാടി കഴിഞ്ഞ് പാദസാം നിചയം, വാർന്നൊഴിഞ്ഞളവ്, സേതുബന്ധനോദ്യോഗമുള്ളവർ, അങ്ങനല്ലേ പറയുന്നത്. വെള്ളം പോയി കഴിഞ്ഞ് ചിറകെട്ടുന്നവർ. ശരിയല്ല. ഇത് ഭാഷയിൽ നിന്നറിയണം. അപ്പൊ ഇതിലൊരു ലാസ്യമുണ്ട്. ആ ലാസ്യവുമായി ചേർന്നാൽ ആ ലാസ്യം നിങ്ങൾക്ക് തരുന്ന ഒരറിവുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിലെ സൃഷ്ടിന്മുഖമായ ചോദന വളർന്ന് രണ്ടാമത്തെ ശ്ലോകത്തിലെ ആദ്യപാദങ്ങളിലും അന്ത്യപാദങ്ങളിലും എങ്ങനെ അത് വികസിക്കുന്നുവെന്ന് നോക്കണം. ഒന്നുകൂടെ ചൊല്ലിയിട്ടാവാം. ചൊല്ലുമ്പോൾ തന്നെ അർത്ഥം കിട്ടുമോ എന്ന് നോക്കാം. ഒന്നുകൂടി. നിങ്ങളിന്ന് പിള്ളേരെ പഠിപ്പിക്കാൻ ഒരുപാട് വിഷമിക്കുകയാണ്. വീട്ടിൽ വല്യമ്മമാരുണ്ടായിരുന്ന കാലത്ത് ഈ LKG UKG ഒന്നും വിടാതെ രാത്രിയിൽ കുഞ്ഞുറങ്ങാൻ ഇതിലടങ്ങിയ പുരാണകഥകളും പറഞ്ഞു കൊടുത്ത് ഈ സ്തോത്രങ്ങളും ചൊല്ലിച്ച് കഴിയുമ്പോൾ ഒരു 8-10 വയസ്സാകുമ്പോഴേക്ക് അവൻ നല്ല മലയാളത്തിൽ വർത്തമാനം പറയുമായിരുന്നു. മനസ്സിലായില്ല? ഇന്ന് ആദ്യം കൊണ്ടുപോയി ക്രഷിലും പിന്നെ LKG പിന്നെ UKG ഒക്കെ വിട്ട് ഇറങ്ങി വന്നാൽ മലയാളം കുരച്ച് അരിയുന്ന പരുവത്തിലെത്തും. ശരിയല്ല. അതുകൊണ്ട് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ സ്തോത്രങ്ങളൊക്കെ നമ്മുടെ സംസ്കൃതിയിൽ പ്രയോജനപ്രദമായത്. അതും കൂടെ അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ക്യാമ്പ് കഴിഞ്ഞു, ഇപ്പം സ്തോത്രം പഠിച്ചു എന്ന് പറഞ്ഞ് പിന്നെയും ഒരു ഡിഗ്രിയും കൂടെ. ഒന്നുകൂടെ ചൊല്ലാം.
സുരവരവർഷിണി ദുർമുഖമർഷിണി ഹർഷരതേ ത്രിഭുവനപോഷിണി ശങ്കരതോഷിണി കന്മഷമോഷിണി ഘോഷരതേ ധനുജനിരോഷിണി ദിതിസുതരോഷിണി ദുർമദശോഷിണി സിന്ധുസുതേ ജയ ജയ ഹേ മഹിഷാസുര ദിനി രമ്യകവർദിനി ശൈലസുതേ. ഇപ്പോൾ രണ്ടാമത്തതിൽ നോക്കുക, ആദ്യം അന്വയോ അർത്ഥം നോക്കാം, എന്നിട്ടാകാം. സുരവരവർഷിണി ദുർധരധർഷിണി ദുർമുഖമർഷിണി ഹർഷരതേ ത്രിഭുവനപോഷിണി ശങ്കരതോഷിണി കന്മഷമോഷിണി ഘോഷരതേ ധനുജനിരോഷിണി ദിതിസുതരോഷിണി ദുർമദശോഷിണി സിന്ധുസുതേ രമ്യകവർദിനി ശൈലസുതേ ഹേ മഹിഷാസുരമർദിനി ജയ ജയ. സുരവരവർഷിണി മുമ്പേ പറഞ്ഞതിൻ്റെ ചേർച്ചയിൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അന്ത്യപാദത്തിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കയറുമ്പോൾ സുരന്മാർക്ക് വരവർഷം ചെയ്യുന്നവളെ, സുരലോകത്തിന് നന്മ നിറഞ്ഞവർക്ക്, നന്മയുള്ളവർക്ക്, നല്ല മനസ്സുള്ളവർക്ക് സദാ വരങ്ങളെ പ്രദാനം ചെയ്യുന്നവളെ. നന്മയും തിന്മയും തിരഞ്ഞെടുക്കേണ്ടത് അവർക്ക് കിട്ടുന്ന ഫലത്തിൽ നിന്നായിരിക്കണമെന്നാണ് യാതൊരുവൻ്റെ ആഗ്രഹങ്ങളെ നിർലോഭം യാതൊന്നുമില്ലാതെ സാധിതപ്രായമാക്കുന്നുവെങ്കിൽ അവൻ ഉത്തമനാണ്. നിങ്ങൾ പഠിച്ചതും ഞാൻ പറഞ്ഞു തരുന്നതും തമ്മിൽ ഒരു പിടി അന്തരമുണ്ടെന്ന് ഓർക്കണം. അധ്വാനിച്ചാണ്, കഷ്ടപ്പെട്ടാണ്, വേദനിച്ചാണ്, വിഷമിച്ചാണ്, വേർത്താണ്, ചിന്തിച്ചാണ് എല്ലാം നേടുന്നത്. ഇത്തരക്കാർ അവരറിയാതെ പ്രപഞ്ചത്തിൻ്റെ നിയാമകമായ ശക്തിയെ നിഷേധിക്കുന്നു. യാതൊരുവൻ അവൻ്റെ വൈഭവങ്ങളെയും ശക്തിവിശേഷങ്ങളെയും അർച്ചനാപുഷ്പങ്ങളെന്ന പോലെ നല്ല മനോഗതങ്ങളോടും നല്ല വാക്കുകളോടും കൂടി അർപ്പിച്ച് തത്തത് ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജന്മജന്മാന്തരങ്ങൾക്കിണങ്ങുമാറ് അമ്മയെ അവിടുന്ന് വരത്ത ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവോ അവൻ സുരനാകുന്നു. എൻ്റെ ഈ ജന്മകർമ്മങ്ങൾ മാത്രമല്ല, എൻ്റെ ജന്മജന്മാന്തരങ്ങളുടെ കർമ്മകലാപങ്ങളുടെ തീട്ടൂരവും വാങ്ങി എത്തിയിരിക്കുന്ന എൻ്റെ ഈ ജന്മത്തിന് അവിടുന്ന് തരുന്നതത്രയും വരബലങ്ങൾ മാത്രമാണെന്ന് ഏതവൻ കണ്ടെത്തുന്നുവോ അവൻ ശ്രേഷ്ഠനാകുന്നു. മനസ്സിലായില്ല? ഞാനാണ് നിയാമകനെന്ന് വിചാരിക്കുകയും ഇതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് മാറ്റിക്കളയുമെന്ന് അഹങ്കരിക്കുകയും ഇതിനൊക്കെയുള്ള വൈഭവം എനിക്കുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോൾ അവൻ കർമ്മവേളയിലും കർമ്മഫലവേളയിലും നിതാന്ത ദുഃഖിയായിത്തീരുന്നു. മനസ്സിലാവുമോ ആവോ? പിടികിട്ടുമോ ആവോ? ഇതൊന്നും തൻ്റെ വൈഭവമല്ല. ചിലർ പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ടാവും. അവരുടെ പുറകെ പ്രകൃതി ഇങ്ങനെ താലവുമേന്തി നടക്കുകയാണ്. ഭാഗ്യമുണ്ടായാൽ അത്തരക്കാരുടെ കൂടെയെങ്കിലും നടക്കാൻ നമുക്കൊക്കെ പറ്റിയേക്കും. ചിലപ്പോൾ അവരുടെ കൂടെ അങ്ങ് പോയാൽ മതി, ഒന്നും ചോദിച്ചു വാങ്ങണ്ട,
ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയാൻ തോന്നിപ്പോകും മുമ്പിൽ കിട്ടുമ്പോൾ. ഓർഡർ കൊടുക്കണ്ട. ചില ആളുകളുടെ കൂടെ പോയാൽ നട്ടം തിരിഞ്ഞു പോകും. കയറാനുള്ള വണ്ടി വന്നാൽ ഒരാൾ അതേലില്ലെങ്കിലും നിർത്തുകയില്ല. പണി തീർന്നില്ലേ? എത്ര വലിയ തിരക്കാണെങ്കിലും ചിലരോടൊപ്പം പോയാൽ എവിടെയെങ്കിലും തലചായ്ക്കാനൊരിടം കിട്ടാതിരിക്കില്ല. ശരിയല്ല. ഇതിന് സമ്പാദിച്ചൊന്നും കൊണ്ടുപോണ്ട. കയ്യിൽ സമ്പാദ്യം വേണമെന്നുള്ള നിർബന്ധവും വേണ്ട. ഈ ലോകത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒട്ടേറെ ജീവജാലങ്ങളുണ്ട്. അവയ്ക്കതുകൊണ്ട് ഈ പ്രകൃതിയുടെ താളവുമായി നല്ല ബന്ധമുണ്ട്. ബുദ്ധിമാനായ മനുഷ്യൻ മാത്രമാണിതെല്ലാം ചുമക്കുന്നത്. വിദ്യാഭ്യാസം കുറവായിരുന്ന കാലത്ത് തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്കും ഒക്കെ ഉദ്യോഗസ്ഥർ പോകുമ്പോൾ വെറുതെ ഒരു സഞ്ചി എടുത്തിട്ടങ്ങ് പോവുള്ളൂ. അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ താമസവും തുടങ്ങി, അവിടുന്ന് ഭക്ഷണവും തുടങ്ങി. ശരിയല്ല, ശരിയല്ല. പണ്ട് കാലത്ത് വന്നവനെയൊക്കെ ഇവിടെ താമസിക്കും, ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഇടയിലൊക്കെ കാണും. അധ്യാപകനായി വന്നവനും എൻജിനീയറായി വന്നവനും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വന്നവനും മറ്റേ ആനക്കാരനായി പൂരം കൂടാൻ വന്നവനും ഒക്കെ ആയിട്ടുള്ളവനൊക്കെ കാണും. അവനൊക്കെ വന്നു, വീടുകളിൽ കയറി താമസിച്ചു. കുറേ കഴിഞ്ഞ് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ കല്യാണവും കഴിച്ചു, അവിടെ ഒരു കുടുംബവുമായി, അവിടുത്തെ ജാതിയുടെ പ്രസിഡൻറ്റുമായി. ശരിയല്ല, നുണയാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ ആവും. ഒരു വിഷമവുമില്ല ഇതിന്. ഇത് വളരെ എളുപ്പമാണ്. ഇന്ന് പക്ഷേ പോകണമെങ്കിൽ പോക്കറ്റിൽ കാശിട്ടുകൊണ്ട് പോകണം. നിങ്ങൾക്ക് വിദ്യാഭ്യാസം വന്നതുകൊണ്ട്. വെള്ളം ശരിയാണോ? മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടാനിഷ്ടങ്ങളും ഒന്ന് കൂടുതലാണ്. അന്ന് പ്രകൃതിയുടെ ഒരു താളമുണ്ട്. അപ്പം നല്ല മനസ്സുകൾക്ക്, സുരവരന്മാർക്ക് വരത്തെ പ്രദാനം ചെയ്യുന്നവൾ, സുരന് വരവർഷം നടത്തുന്നവൾ. വരവർഷം, വരങ്ങൾ അങ്ങനെ വർഷിക്കുകയാണ്. ചോദിക്കുന്നൊന്നും അല്ല കൊടുക്കുന്ന, അതിലൊക്കെ കൂടുതലാണ്. പ്രതീക്ഷിക്കാത്തതെല്ലാം കിട്ടുക. ജീവിതം അങ്ങനെ വന്നാൽ വലിയൊരു അല്ലേ, നിങ്ങളാകെ കുറവൻ ചുമച്ച പോലെ പോകുന്നത്. വെളുത്തേടൻ്റെ വീട്ടിൽ കല്യാണം നടക്കുന്നതിന് മുറ്റത്തെ പന്തലിലെല്ലാം കൊല കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. കൊതിമൂത്ത കുറവൻ പതുക്കെ അവിടെ കയറി ചെന്നു. പന്തലിൽ നിന്ന് ഈ കൊലയെ നോക്കി വെള്ളം ഊറി. അപ്പോൾ ചോദിച്ചു, ഇച്ചി തീ തയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വല്യമ്മ വിചാരിച്ചു ബീഡി വലിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. അവരൊരു തീക്കൊള്ളി കൊണ്ട കൊടുത്തു. ഇവന് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വന്നു. ഇവൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയതാ ഇച്ചി തീ ചോദിച്ചാൽ 2 പയം തരുമെന്ന് അവൻ വിചാരിച്ചേ. തന്നില്ല. അവന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇച്ചി തീ എന്ന് വെച്ചാൽ 2 പയമെന്ന് അയ്യാൻ വയ്യായോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പലപ്പോഴും പോയി ചോദിക്കും പലതും, വേറെ വല്ലതും കിട്ടും. ശരിയല്ല. ഏതൊരു കൈ നിങ്ങൾക്ക് തരണമെങ്കിലും അവിടുന്നുള്ള നിർദ്ദേശം വേണം. ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കിട്ടുമ്പോൾ വല്ലാത്തൊരു സുഖം ഉണ്ടാവും അല്ലേ? ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ വരുമ്പോഴോ ഇതൊന്നും അനുഭവമില്ലെന്ന് തോന്നുന്നു. വൈകുന്നേരം പണിയൊക്കെ എടുത്ത് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ പഴയ കാരണവന്മാരാണെങ്കിൽ പെണ്ണും പിള്ള ഇവന് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളമൊക്കെ എടുത്ത് നല്ല കുറച്ച് മോരും കുറച്ച് പുളിശ്ശേരിയും കുറച്ച് നല്ല മാങ്ങാക്കറിയും കടുകൊക്കെ പൊട്ടിച്ചിട്ട മാങ്ങാക്കറിയും ഒക്കെ കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി നല്ല ഗ്ലാസ് ടംബ്ലറും നല്ല വെള്ളമൊക്കെ ആയിട്ട് പഠിക്കലേക്ക് നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് മേടിച്ച് കുടിക്കുമ്പോൾ അവനൊരു വല്ലാത്ത ആശ്വാസമുണ്ട്. മനസ്സിലായില്ലേ?
ഇത് ഇവൻ ഇന്ന് അധ്വാനമൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പം വീട്ടിലുള്ള 2 പിള്ളേരെയും പുറത്തേക്ക് ഇറക്കി നിർത്തി അതിൻ്റെ മുതുകത്ത് 2 തല്ലും തല്ലിതേ അതുപോലുള്ള 2 എണ്ണത്തിനെ ഉണ്ടാക്കി വെച്ചേച്ച് പോയിരിക്കുന്നു. ഇതിനെയൊക്കെ ചുമന്നുകൊണ്ട് പൊക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണും പിള്ള മുറ്റത്തേക്ക് ഇറങ്ങുന്ന വിദ്യാഭ്യാസമുള്ള ഈ കാലഘട്ടം